بسم الله الرحمن الرحيم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. റമദാനിന്റെ ഓരോ രാപ്പകലുകളും ഒരുപാട് ഓർമ്മകളെയും ചരിത്രത്തിന്റെ ഇന്നലകളെയും വഹിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വിശുദ്ധ റമദാനിലെ ഏറ്റവും സുപ്രധാനമായ ഓർമ്മകളിൽ ഒന്ന് മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ബദർ നൽകുന്ന സന്ദേശത്തെ ഓരോ വർഷവും പുനർവായിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്ത് ബദറിനെ എങ്ങനെ വായിക്കണം, നമുക്ക് നൽകുന്ന പാഠം എന്താണ്? എക്കാലത്തെയും വിശ്വാസികൾക്ക് അതിജീവനത്തിന്റെ ബദർ പാഠങ്ങൾ എന്തു സന്ദേശമാണ് നൽകുന്നത്? അതിൽ പ്രാഥമികമായ ചില കാര്യങ്ങളാണ് നമുക്ക് പങ്കുവെക്കാൻ. ഒന്നാമതായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പൂർണമായ ഇസ്ലാമിക ശരീഅത്തിനെ ലോകത്തേക്ക് പ്രകാശനം ചെയ്യുന്നതിൽ നിർണായകമായ ഒരു സന്ദേശം നൽകാൻ ബദർ അതിജീവനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എത്രമാത്രം ആദർശത്തെയും പ്രവാചക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വീകരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. മഹാന്മാരായ ബദർ ശുഹദാക്കളെയും ബദരീങ്ങളെയും എല്ലാം ആവർത്തിച്ച് വായിക്കുമ്പോൾ ലോക ചരിത്രത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിജയഗാഥയാണ് നമ്മൾ പഠിച്ചറിയുന്നത്. കേവലമായ ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിലൂടെ ഒരു കക്ഷിയുടെ വിജയം സാധ്യമാകാൻ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ, ആ ഘടകങ്ങൾ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു പഠനത്തിന്റെ രീതിയിൽ ബദറിനെ സമീപിച്ചാൽ കൗതുകകരമായ വായനയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ആയുധത്തിന്റെ ശക്തി കൊണ്ടോ അംഗബലത്തിന്റെ വലിപ്പം കൊണ്ടോ ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യങ്ങൾ കൊണ്ടോ യോദ്ധാക്കൾക്ക് പ്രഖ്യാപിച്ച ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടോ കാലം വരുത്തിവെച്ച പ്രത്യേകമായൊരു കോണ്ടെക്സ്റ്റ് കൊണ്ടോ ഒക്കെ പോരാട്ടങ്ങളെ വായിക്കാൻ കഴിയും. എന്നാൽ അതിൽ നിന്നെല്ലാം വേറിട്ട ഒരു അധ്യായത്തെയാണ് നമുക്ക് ബദറിലൂടെ കണ്ടെത്താൻ കഴിയുന്നത്. സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും എല്ലാ നന്മകളുടെയും കവാടങ്ങൾ തുറന്നു വെക്കുകയും ജന്മനാടാകുന്ന മക്കയിൽ നിന്ന് ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ആ പലായനം ചെയ്യുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആയുധപരമായ പ്രതിരോധത്തിന് ശ്രമിക്കാമായിരുന്നു മക്കയിൽ. എന്നാൽ അത്തരം ഒരു ഉദ്യമത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിർന്നിട്ടില്ല. മറിച്ച് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവരോട് പോലും
തണുപ്പിൻ്റെ സന്ദേശങ്ങളും സമാധാനത്തിൻ്റെ ദർശനങ്ങളും നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മാറി താമസിച്ചത്. അവിടെയും സ്വാസ്ഥ്യം നൽകാതിരുന്നപ്പോൾ നിർവാഹമില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 അനുയായികളും 1000-ൽ പരം വരുന്ന മക്കക്കാരായ ശത്രുക്കളോട് ഒരു പോർക്കളത്തിൽ വെച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും ഇസ്ലാമിക സംഘത്തിൻ്റെയും കയ്യിൽ ആയുധമെന്ന് പറയാനുണ്ടായിരുന്നത് ഞങ്ങൾ ശരിയായ ഒരു വിശ്വാസത്തിൻ്റെ വക്താക്കളാണ് എന്ന ദൃഢനിശ്ചയമായിരുന്നു. രണ്ടാമത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഞങ്ങൾ സത്യപ്രവാചകന്റെ കൂടെയാണ് എന്നതായിരുന്നു. മൂന്നാമത് അവർക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്ര സംസ്ഥാപനത്തിനു വേണ്ടിയോ ഒരു സാമൂഹിക ഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയോ മറ്റേതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇരുട്ടിൻ്റെ കൂട്ടാളികളെ മാറ്റി നിർത്തി വെളിച്ചം ഈ ലോകത്ത് പ്രകാശിക്കണമെന്നും അന്ത്യനാൾ വരെ മനുഷ്യകുലത്തിന് നന്മ ലഭിക്കണമെന്നുമുള്ള ഉദാത്തമായ ഒരു ലക്ഷ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പിന്നിലാണ് അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളുടെ ഇന്നലകളിലോ പിന്നീടുള്ള വായനകളിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തത്ര അത്ഭുതകരമായ ഒരു വിജയം മഹാന്മാരായ സ്വഹാബത്തിന് അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകിയ സൈന്യത്തിന് സംഘത്തിന് ജയിക്കാനായത്. അന്ന് സ്വഹാബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളെ പുതിയ കാലത്തും പരിരക്ഷിക്കാൻ ഈ ഉമ്മത്തിന് സാധ്യമാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത്തരമൊരു ചരിത്ര ആഖ്യാനത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് നാം ഓരോരുത്തരും അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠമാണ് ഏത് ത്യാഗം സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അധർമ്മത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അവകാശ നിഷേധങ്ങളുടെയും താല്പര്യങ്ങളുടെയും കക്ഷികൾ ലോകത്ത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ എത്ര ന്യൂനപക്ഷമാണെങ്കിലും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തിനു വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നിലകൊള്ളുന്ന പക്ഷം ആത്യന്തികമായ വിജയം നമുക്ക് സുനിശ്ചിതമാണ് എന്ന ഒരു കോൺഫിഡൻസ് ലോകത്ത് അവകാശങ്ങൾക്ക് വേണ്ടി ആരെല്ലാം സമരം ചെയ്യുന്നോ അവരെത്ര ന്യൂനപക്ഷമാണെങ്കിലും ജയിക്കാനാകുമെന്ന വലിയൊരു സന്ദേശം ബദർ നൽകുന്നുണ്ട്. ബദർ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. അവിടെ വെച്ചായിരുന്നു ഈ മുന്നേറ്റം അല്ലെങ്കിൽ ഈ ആഭിമുഖ്യം ഉണ്ടായത്. അതുകൊണ്ട് തലത്തേക്ക് ചേർത്തുകൊണ്ടാണ് ബദർ എന്നറിയപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ നേരം അവർക്കുണ്ടായിരുന്ന ഉദാത്തമായ ലക്ഷ്യങ്ങളെയാണ് പുതിയ കാലത്ത് വായിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് അത്തരമൊരു കാലസന്ധിയുടെ മുമ്പിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കേണ്ടി വന്നത്? ഇതെല്ലാം കൃത്യമായി വായിക്കാൻ നമുക്കാകണം. ലോകത്ത് ഒരു ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥാപിതമായ അടിവേരുകളെയും മാനിഫെസ്റ്റോയെയും അടയാളപ്പെടുത്തുമ്പോൾ അതിജീവനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും നിയമവൃത്തങ്ങളെ എത്രമാത്രം കൃത്യമായി അടയാളപ്പെടുത്തണമെന്ന് പ്രായോഗികമായി ബദർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശത്രു രൂപപ്പെടുന്നതെങ്ങനെ, അയാളെ അഭിമുഖീകരിക്കേണ്ടതെങ്ങനെ, ലക്ഷ്യം വെക്കേണ്ടത് എന്തായിരിക്കണം, സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഏതായിരിക്കണം, ഒരു പോരാട്ടവേളയിലും നമ്മൾ പരിഗണിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ്, സദാചാരങ്ങളുടെ ഏതൊക്കെ സീമകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായി ഇത്തരമൊരു സംഭവത്തിലൂടെ രേഖപ്പെടുത്തുകയായി. മഹാന്മാരായ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അഥവാ പ്രവാചക അനുയായികൾക്ക് കയ്യിലുണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തമമായ ഒരു വിശ്വാസത്തോടൊപ്പം ഏറ്റവും സത്യത്തിൻ്റെ പ്രതീകമായ നേതൃത്വം പ്രവാചകർ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നതായിരുന്നു. ആത്മീയമായ ചില വശങ്ങളെ നാം ഇവിടെ വായിച്ചറിയേണ്ടതുണ്ട്. കേവലം ഭൗതികവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ടൈപ്പ് ഇസ്ലാം വായിക്കുന്ന ആളുകൾക്ക് ബദറിനെ പുനർവായിക്കാൻ കഴിയാതെ പോവുകയാണ്. ബദറിനെ അവർ വഴിവിട്ട വായനകളിലൂടെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരിയായി ഒരു ആധ്യാത്മികതയുടെ അടിയൊഴുക്കോടുകൂടി ബദറിനെ വായിക്കാൻ ഒരുങ്ങിയാൽ സ്വഹാബത്തിൻ്റെ ഹൃദയാന്തരത്തിൽ ലയിച്ചു ചേർന്നിരുന്ന പ്രവാചക അനുരാഗത്തിൻ്റെ ശോഭനമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു ആത്മീയ ഗുരുവിൻ്റെ സഹിഷ്ണുതയും സഹവാസവും
പെരുമാറ്റവും ഇവിടെ വായിക്കാൻ കഴിയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പെരുമാറിക്കൊണ്ടിരുന്ന രീതികൾ എന്തായിരുന്നു എന്ന് ആ ബദറിന്റെ തലേന്നത്തെ രാത്രിയിലെ രണ്ടു കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരട്ടെ. ഒന്ന്, സ്വഹാബത്തിന്റെ പക്കലുണ്ടായിരുന്നത് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇല റുസുലി. അല്ലയോ പ്രവാചക പ്രഭോ, ഞങ്ങൾക്ക് ഓടി വന്ന് അഭയം തേടാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു അഭയകേന്ദ്രവും ഇപ്പോൾ ഞങ്ങളുടെ കൺമുന്നിലില്ല. ഞങ്ങൾ വരാനുള്ള ഒരു ന്യായമുണ്ട്. ഏതൊരു സമുദായത്തിൻ്റെയും പ്രവാചകൻ ആ സമുദായത്തിൻ്റെ രക്ഷകനും അഭയകേന്ദ്രവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇല റുസുലി. ഒരു ജനത അവരുടെ പ്രവാചകരിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിച്ചെല്ലുക? അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ മുഴുവനും ആശ്രയകേന്ദ്രവും അഭയകേന്ദ്രവും സമാധാനം കാംക്ഷിച്ചുകൊണ്ട് അവലംബിക്കേണ്ട ശ്രദ്ധാകേന്ദ്രവും ആരാണ് എന്ന് സ്വഹാബത്ത് പ്രായോഗികമായി അടയാളപ്പെടുത്തുകയായിരുന്നു. അതിലൂടെ അവർ ലോകാവസാനം വരെയുള്ള വിശ്വാസികളോട് പഠിപ്പിച്ചു തന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായി നമ്മോടൊപ്പമില്ലെങ്കിലും ഈ ഉമ്മത്തിൻ്റെ നെടുനായകത്വം ഇപ്പോഴും അവിടുന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയും വിഷമസന്ധികളിൽ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് ഓടിച്ചെല്ലാണ്ട കേന്ദ്രം കർമ്മങ്ങളിലൂടെയും അനുധാവനത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആത്മീയ സാമീപ്യത്തിലൂടെയും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതിന് മാറ്റം വന്നിട്ടില്ല. കാരണം സ്വഹാബാക്കൾ മൊഴിഞ്ഞ ഒരു വിശ്വാസവാചകമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാകുന്നു എന്നാണ് അവർ ചൊല്ലിയിരുന്ന വാചകത്തിൻ്റെ പ്രാഥമികമായ ഒരു ഭാഷാന്തരം. നമ്മൾ ഇന്ന് ചൊല്ലുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരായിരുന്നു എന്നല്ല, പ്രവാചകരാകുന്നു എന്നാണ്. ഫഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് എന്നാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയവും അതുപോലെ തന്നെ ചര്യാപരവുമായ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ ഉമ്മത്തിന് ഏത് വിഷമസന്ധികളിലും ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രവും ആശ്രയകേന്ദ്രവും ഈ ഉമ്മത്തിൻ്റെ നെടുനായകത്വമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു ആത്മീയ വിശ്വാസധാരയെ സ്വഹാബത്ത് കൃത്യമായി അടയാളപ്പെടുത്തി. അതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ വായിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വിശ്രമിക്കാൻ പറഞ്ഞു. മാതൃകായോഗ്യമായ ഒരു നേതൃത്വത്തിൻ്റെ ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയായിരുന്നു. നാളെ രാവിലെ മുതൽ ശത്രുവിനെ നേരിട്ട് കാണേണ്ടി വരുന്ന എൻ്റെ കൂടെയുള്ള ആളുകൾ ഇന്ന് വിശ്രമിക്കട്ടെ എന്ന്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുകയായിരുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒപ്പമുണ്ട്. അവിടെ ഒരു കുടിൽ ഒരുക്കിയിട്ടുണ്ട്. കുടിലിൻ്റെ അകത്തളത്തിൽ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. സ്വഹാബത്തെല്ലാവരും തൽക്കാലം വിശ്രമിക്കുകയാണ്. നാളെ ചരിത്രത്തെ മുഴുവനും മാറ്റിയെഴുതാനുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായ ഒരു ഘട്ടത്തെ കാത്തിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിലിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും പ്രാർത്ഥനാനിരതമായി കഴിഞ്ഞുകൂടുകയാണ്. ആകാശത്തിൻ്റെ അധിപനോട്, പ്രപഞ്ചത്തിൻ്റെ ഉടമത്തിനോട്, ദൗത്യമേൽപ്പിച്ചയച്ച അള്ളാഹുവിനോട് ഇടമുറിയാത്ത പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുകയാണ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബിനോട് കേണപേക്ഷിക്കാനുണ്ടായിരുന്നത്, അള്ളാഹുവെ, ഈ ഒരു ചെറിയ സംഘം ഇന്ന് ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകാനുള്ള ഒരു ദൗത്യ സംഘമാണ്. ഇവരെല്ലാവരും ഇന്നിവിടെ വെച്ച് കൊല്ലപ്പെടുകയോ നാളെ ഇവിടെ നാമാവശേഷമാക്കപ്പെടുകയോ ചെയ്താൽ ഈ ദൗത്യം ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ ആരുമുണ്ടാവില്ല. അവിടുത്തെ ഉദ്ദേശശുദ്ധിയുടെ പ്രയോഗമാണ് നമ്മൾ ഇതിലൂടെ വായിക്കുന്നത്. കേവലം ഒരു ഭരണകൂടത്തെ കെട്ടിപ്പടുക്കാനല്ല, ഒരു വ്യവസ്ഥാപിതമായ അധികാരത്തിലൂടെ ആഢ്യത്വം നേടിയെടുക്കാൻ വേണ്ടിയല്ല, മറ്റേതെങ്കിലും സ്ഥാപിതമായ താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമമായ ഉന്നവും ലക്ഷ്യവും ഈ ലോകത്തിന് മുഴുവനും പ്രകാശം പരന്നു കൊടുക്കാൻ പറ്റുന്ന വെളിച്ചത്തിൻ്റെ സ്രോതസ്സുകൾ ഇവിടെ നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവെ, നിന്റെ പ്രത്യേകമായ സഹായം ഞങ്ങൾക്ക് വേണം. അല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. അവിടുന്ന് അണമുറിയാത്ത പ്രാർത്ഥന പ്രഭാതം വരെ തുടരുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ പ്രതിഫലനം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേന്ന് സന്തോഷത്തോടെ അനുഭവിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ അതിജീവനമാണ്. നന്മയുടെ സംസ്ഥാപനത്തിനു വേണ്ടി അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കുകയാണ്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട്, സമുദായത്തോട്, സമൂഹത്തോട് എത്രമാത്രം ഗുണകാംക്ഷയോടുകൂടിയാണ് പ്രവർത്തിച്ചത് എന്നറിയാൻ കഴിയും. അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദരീങ്ങളും. ആ മഹാന്മാരായ ബദരീങ്ങളെ ഓർക്കുക, അവരുടെ നല്ല സ്മരണകൾ പാരായണം ചെയ്യുക, അവരുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലുക. ഇതൊക്കെയും സ്വഹാബത്തിൻ്റെ ജീവിത കഥകളിൽ കാണാൻ കഴിയും. അവർ അവരുടെ പ്രത്യേക ആഘോഷവേളകളിൽ മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ച് ചൊല്ലുകയും പാടുകയും പറയുകയും ചെയ്യുമായിരുന്നു. അതവരുടെ ധീരോദാത്തമായ സ്മരണകൾക്കപ്പുറം അവരുടെ ആത്മീയമായ ഒരു ഉപവാസം കൂടിയായിരുന്നു എന്ന് പിൽക്കാലത്തെ തുടർച്ചകൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ ഓർത്തു വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങൾക്ക് നൽകിയ ഒരുപാട് ഓഫറുകൾ, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വെച്ച് നിങ്ങളെ സഹായിച്ചു, അല്ലാഹു നേരിട്ട് സഹായിച്ചു എന്ന് തുറന്ന് പ്രഖ്യാപിച്ച മനോഹരമായ ഒരു ചിത്രം കൂടി ബദറിൽ നിന്ന് വായിക്കാനുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ലഖദ് നസറക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു, ബിബദറിൻ, ബദറിൽ വെച്ചുകൊണ്ട് നിങ്ങളെ സഹായിച്ചു. ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. ബദറുൽ കമാലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സഹായിച്ചു എന്നെല്ലാം ഇതിൻ്റെ വിശദീകരണ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനാവും. ഏതായാലും ശരി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു. വഅൻതും അതില്ല, പ്രത്യക്ഷ ന്യായങ്ങളെല്ലാം നിങ്ങൾക്കെതിരായിരുന്നു. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങൾ വിനീത വിധേയരായിരുന്നു, നിങ്ങൾ വിനീത മനസ്സുള്ളവരായിരുന്നു. അല്ലാഹു നിങ്ങളെ അവിടെ വെച്ചുകൊണ്ട് സഹായിച്ചു. ആ സഹായിച്ചതിൻ്റെ വ്യത്യസ്തമായ ആത്മീയ വശങ്ങളുണ്ട്. മഹാന്മാരായ മലക്കുകളുടെ അവതരണമുണ്ട്, അവർ നൽകിയ ആശ്വാസമുണ്ട്, സ്വഹാബത്തിന് കിട്ടിയ ആത്മവീര്യമുണ്ട്, അവർക്കുണ്ടായിരുന്ന ഊർജമുണ്ട്. ഇതെല്ലാം പുതുകാലത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. കേവലം വിപ്ലവത്തിൻ്റെ അവസരങ്ങൾ തെരുവിൽ നിന്ന് മുട്ടിചുരുട്ടി ആകാശത്തേക്ക് എറിയുമ്പോൾ വിളിച്ചു പറയാനുള്ളതല്ല ബദറിൻ്റെ കഥ. ആത്മാവിലേക്ക് ഉൾവഹിച്ചുകൊണ്ട് നമ്മെ തന്നെ സംസ്കരിക്കാനുള്ള സന്ദേശം ബദർ നൽകുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വലിയ പോരാട്ടം ശത്രുവിൻ്റെ മുമ്പിൽ ആയുധം കൊണ്ടുള്ള പോരാട്ടമല്ല, നിങ്ങളുടെ വലിയ പോരാട്ടം നിങ്ങളോട് തന്നെയുള്ള പോരാട്ടമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചെയ്യുന്ന സമരം, അരുതായ്മകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, തെറ്റുകളിൽ വീണുപോകാതിരിക്കാൻ, അനാശാസ്യ പ്രവണതകളിൽ പെട്ടുപോകാതിരിക്കാൻ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളെയും തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മീയ ഊർജം നിങ്ങൾ സംഭരിക്കേണ്ടതുണ്ട്. അതിനാണ് വലിയ സമരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ വലിയ സമരത്തിൽ വിജയിച്ച മഹാന്മാരാണ് ഈ ചെറിയ സമരത്തിൽ നിന്ന് ചരിത്രത്തിൽ നമ്മെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ബദറിൻ്റെ ആത്മീയ പാഠങ്ങളെയും ചരിത്രം ഇന്നലെ അടയാളപ്പെടുത്തിയ അഭിമാന നിമിഷങ്ങളെയും നമ്മൾ ഈ റമദാനിൽ പുനർവായിക്കുകയാണ്. അവരെ ഓർക്കുന്നു, ആദർശത്തിന് വേണ്ടി അവർ എത്രമാത്രം കൃത്യമായി നിലകൊണ്ടുവെന്നും പരിത്യാഗത്തിൻ്റെ എത്ര വലിയ ഉദാഹരണങ്ങളായിരുന്നു എന്നും എത്രമാത്രം പ്രാരാബ്ദങ്ങളുടെ നടുവിലും അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അടിസ്ഥാനപരമായ ആശയമൂല്യങ്ങൾക്കായിരുന്നു എന്നും. ഇപ്പോഴും ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് പലവിധ പരിമിതികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഇത് നമ്മുടെ ആത്മപരിശോധനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. നമ്മെ എല്ലാവരെയും ആത്മീയമായി മാറ്റിമറിക്കാനുള്ളൊരു സമയമാണ്. നമ്മെ തന്നെ വായിക്കാനും നമ്മെ തന്നെ തിരുത്താനും നമ്മെ തന്നെ നന്മയിലേക്ക് നയിക്കാനുമുള്ള ഒരാത്മവിചാരത്തിൻ്റെയും വിചാരണയുടെയും കാലം. ഇതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമുക്കേവർക്കുമാകണം. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് തെരുവോരങ്ങളിൽ ഘോര ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് ആത്മീയ സംസ്കരണത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സുകളായിട്ടോ പ്രകാശന മുദ്രകളായിട്ടോ ആണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് ഏത് ആപൽഘട്ടങ്ങളിലും വിശ്വാസമെന്ന അടിത്തറയിൽ നിന്ന് ഇളകാൻ ഞങ്ങളില്ല എന്ന കൃത്യമായ വിശ്വാസദാർഢ്യതയിലൂടെയാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് പുതുകാലത്തെ അനാശാസ്യതകളുടെ മുൻപിൽ സന്ധിയില്ലാതെ നിലപാടുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് നന്മയുടെ സാക്ഷ്യങ്ങളും നേരിൻ്റെ നേർസാക്ഷ്യങ്ങളും അതുപോലെ തന്നെ സത്യസന്ധതയുടെ ഉദാഹരണങ്ങളുമായിട്ടാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയിലായുള്ള സാഹോദര്യങ്ങളെയും സൗഹൃദങ്ങളെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത് പുതുകാല നിർമ്മിതിക്ക് വേണ്ടിയുള്ള സമഗ്രമായ വിചാരങ്ങൾക്ക് വേണ്ടിയാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിക്കേണ്ടത്
പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്ഥലികളെ കൃത്യമായി അനുധാവനം ചെയ്യാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അനുകരിക്കാനുമുള്ള നിശ്ചയദാർഢ്യത്തിലൂടെയാണ്. ബദരീങ്ങൾ നമ്മളിലൂടെ പുനർജനിച്ച് പുതുകാലത്തോട് സംവദിക്കേണ്ടത് എല്ലാ നന്മകളുടെയും ഉദാത്തമായ ഉദാഹരണമായിട്ടാണ്. അത്തരം നന്മകളുടെ നിർമ്മിതിക്കാവട്ടെ നമ്മുടെ ആലോചനകൾ കടന്നു പോകേണ്ടത് ഈ ബദർ ദിനം പുതിയ ഉണർവുകൾക്കും പുതിയ മുന്നേറ്റങ്ങൾക്കും പുതിയ വിചാരങ്ങൾക്കും നിമിത്തമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബദർ ദിന സന്ദേശത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا.